ഹലോ. അങ്ങനെ ഞങ്ങളൊരു ചെറിയ വയനാട് ട്രിപ്പ് പോയതാണ്. ട്രിപ്പൊന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പം ഞങ്ങൾ കൂടെ കയറിയെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ടീ ഷോപ്പ് കണ്ടു. അവിടെ ഇറങ്ങി ഞങ്ങൾ ചായയും സ്നാക്കും കഴിച്ചു. ഞാനെപ്പോൾ ക്യാമറ എടുത്താലും വരും പോസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വയനാട്ടിൽ വിട്ടു. പിന്നെ ഒരു നൈറ്റ് 10 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ വയനാട് ചുരം കയറുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് കയറി. ഒരു വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റ് എന്നുണ്ട്. വൈറ്റ് ഹൗസ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അത്യാവശ്യം അടിപൊളി ഫുഡായിരുന്നു. ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും അടിപൊളിയായിരുന്നു. സാധാരണ നമ്മൾ കയറുമ്പോൾ ഒന്നെങ്കിൽ ഒരെണ്ണം നല്ലതും അല്ലെങ്കിൽ മറ്റേ ചീത്തയാവും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് ഓർഡർ ചെയ്ത എല്ലാം നല്ല ഫുഡായിരുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വയനാട് പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറാമെന്നാണ്. വൈറ്റ് ഹൗസ് എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. അത് നല്ല സർവീസുമാണ് കേട്ടോ. ആ മായക്ക് ഇതേ പ്രിൻസസ് പ്ലേറ്റൊക്കെ കിട്ടി, അതുകൊണ്ട് മായക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രാത്രി 10 ആയി വയനാട് എത്തിയപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ദീപണ്ണം ചെറിയൊരു ആവശ്യത്തിന് അവർ പുറത്തേക്ക് പോയി. ഞങ്ങൾ ചെറുതായിട്ട് ഞാനും മായും കൂടെ അപ്പോൾ അവിടെ നിന്ന് കറങ്ങാൻ വേണ്ടി ഒക്കെ ഇറങ്ങി. കാണാനായിട്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ആ റിസോർട്ടിൽ കുറച്ച് നേരമൊക്കെ മായും കൂടെ ഞാൻ കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ തൊട്ടടുത്ത് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണാനായിട്ട് മായ ഹോഴ്സിനെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സൗണ്ട് അത് ഉണ്ടാക്കിയപ്പോഴത്തേനും മായ പേടിച്ച് പോകുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പൂൾ സൈഡ് വ്യൂ ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ പൂളിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ റൂമിൽ പോയി. അപ്പം ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ കാണാം അവിടെ നിന്ന്. അപ്പം മായയ്ക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടെ അവിടെ നിന്ന് ഇറങ്ങി കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് ചെയ്തു, ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി. അവിടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ നടന്നിട്ട് പിന്നെ ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി. അപ്പോൾ പോരുന്ന വഴി നല്ല രസമായിരുന്നു. കാരണം ഇപ്പം മഴ സമയമായതാണ്, നല്ല മഴക്കാറും ഭയങ്കര ഭംഗിയാണ് കാണാൻ ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ വഴിയിലിറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അന്നേരം എടുത്തു. വണ്ടിയൊക്കെ നിർത്തി ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. സത്യത്തിൽ മഴയൊന്നും ഇല്ലായിരുന്നു വലിയായിട്ട്. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി അവിടെ ചെറിയ ഷോപ്പിൽ കയറിയത്. പണ്ടത്തെ ഈ സിഗരറ്റ് മിഠായിയൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സാധനമാണ്. പിന്നെ ഞാൻ പണ്ട് കണ്ടിട്ടുള്ള കുറേ മിഠായികളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഞാനത് കാണാറേ ഇല്ല ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറേ 1-2 ഞാൻ വാങ്ങി. പിന്നെ മായ്ക്കൊരു ലോളിപ്പോപ്പൊക്കെ വാങ്ങി കൊടുത്ത് അവൾ ഹാപ്പിയായി. പിന്നെ അവിടെ കയറി സ്നാക്ക് കഴിച്ചു. പിന്നെ മിക്ക കടയിലും ഈ മറ്റേ കാടമുട്ട റോസ്റ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുളിമുട്ടായിട്ട് ഫേവറേറ്റ് സാധനമാണ്. പക്ഷേ അതൊന്നും ഇപ്പം അങ്ങനെ കിട്ടാനില്ലാത്ത സാധനമാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വയനാടിനോട് ബൈ പറഞ്ഞു.